അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദിവസവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പഠിക്കുന്നതിലൂടെ പുതിയ ഒരു അറിവ് നേടാം എന്ന വിഷയത്തിലെ 31-ാമത്തെ ഭാഗമാണ് ഇത്. ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട, നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ട ഒരു ഹദീസ്. وعن أبي برزة رضي الله عنه نضلة بن عبيد الأسلمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تزول قدم عبد حتى يسأل عن عمره فيما أفناه وعن عمله فيما فعل وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلاه. ഇതാണ് ഹദീസ്. ഈ ഹദീസ് വേറെ രൂപത്തിലും റിപ്പോർട്ട് ചെയ്തു വന്നതായി കാണാം. മറ്റു ചില റിപ്പോർട്ടിൽ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യസ്അല അൻ അർബഇൻ എന്ന് കാണാം. ഇവിടെ ഈ റിപ്പോർട്ടിൽ അതില്ല, പ്രത്യേകം ഉണർത്തുക. അബൂ ബർസ റളിയല്ലാഹു അൻഹു അഥവാ നവലത്ത് ഇബ്നു ഉബൈദുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ്. ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ, ഹിസാബിന് വേണ്ടി മഅ്ശറയിൽ വന്നു നിൽക്കുന്ന മനുഷ്യന്റെ കാൽപാദം അവിടെ നിന്ന് അനക്കാൻ പറ്റുകയില്ല. ഇലാ ജന്നത്തിൻ ഔ നാരിൻ, സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ പോകുവാൻ വേണ്ടി അവന്റെ കാൽപാദം അവിടെ നിന്ന് ഇളക്കാൻ പറ്റുകയില്ല. ചോദിക്കപ്പെടുന്നത് വരെ അൻ ഉംരിഹി ഫീമ അഫ്നാ, തന്റെ ജീവിതം എന്തിലാണ് അവൻ ചിലവഴിച്ചത്? അല്ലാഹുവിനെ ആരാധിക്കുന്നതിലാണോ, അതോ അല്ലാഹുവിന് തെറ്റ് ചെയ്യുന്നതിലാണോ? ഇതിനെ സംബന്ധിച്ച് ചോദിച്ച് അതിന്റെ മറുപടി പറഞ്ഞതിന് ശേഷം അവിടുന്ന് കാല് മഅ്ശറയിൽ നാം ചവിട്ടി നിൽക്കുന്ന കാൽപാദം ഇളക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. എന്താണ് അമല് ചെയ്തത്? അമല് ചെയ്തത് ലിവജ്ഹില്ലാഹി തആല ഖാലിസ, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണോ? ഫയുസാബു അലൈഹി, അങ്ങനെയാണെങ്കിൽ കൂലി കിട്ടും. ഔ റിയാഅൻ വസംഅതൻ, അതോ ജനങ്ങളെ കാണാൻ വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണോ? ഫയുആഖബു അലൈഹി, അങ്ങനെയാണെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിന് ശിക്ഷ കിട്ടും. അപ്പൊ എന്ത് ഉദ്ദേശം വെച്ചാണ് അമല് ചെയ്തത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. വഅൻ മാലിഹി, മൂന്നാമത്തെ ചോദ്യം, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു. സമ്പത്തിനെ പറ്റി രണ്ട് ചോദ്യം, മറ്റുള്ളവർക്ക് ഒരേ ചോദ്യമേ ഉള്ളൂ. സമ്പത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യം മൻ മാലിഹി മിൻ ഐന ഇക്തസബ, ഒന്നാമത്തെ ചോദ്യം ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ അത് സമ്പാദിച്ചത്? വഫീമാ അൻഫഖഹ, എന്തിലാണ് ചെലവഴിച്ചത്? ഹലാലിന് വേണ്ടിയാണോ ചെലവാക്കിയത്, ഹറാമിന് വേണ്ടിയാണോ ചെലവഴിച്ചത്? ഈ ചോദ്യം ഉണ്ടാക്കും. വഅൻ ജിസ്മിഹി, നാലാമത്തത് അവന്റെ ശരീരത്തെ സംബന്ധിച്ചാണ്. ഫീമ അബ്ലാ, ശരീരം എങ്ങനെയാണ് നശിപ്പിച്ചു കളഞ്ഞത്? ഫീ ത്വാഅത്തി മൗലാഹു അം ഫീ സിവാഹു, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലാണോ മറ്റു കാര്യത്തിലാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം ഇല്ലാതെ ഒരൊറ്റ ആൾക്കും കാൽപാദം ഇളക്കാൻ സാധിക്കുകയില്ല എന്നല്ല ഹദീസിൽ പറഞ്ഞതിന്റെ അർത്ഥം. ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പോകുന്ന അനേകം ആളുകളുണ്ട്. ഹിസാബ് ഒന്നുമില്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ട്. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ചില ആളുകൾ, അങ്ങനെയുള്ള പലരും, അവരൊഴികെയുള്ള ആളുകളാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരിക.
അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് കൂടാതെ സ്വർഗ്ഗത്തിൽ പോകാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് 31-ാമത്തെ ഭാഗമാണ്. ഇതിന്റെ 32-ാമത്തെ ഭാഗം പിന്നീട് വരുന്നതാണ് എന്ന് പ്രത്യേകം ഉണർത്തുന്നു.